പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെള്ളപൂശി കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്ന ഇതേ സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുവാൻ പ്രമുഖ മാധ്യമമായ മനോരമ നടത്തിയ ഒരു PR പണി പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. ഒരു പൊതുജനാഭിപ്രായമെടുത്ത് സർവേ നടത്തി സതീശനാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആവാൻ ഏറ്റവും യോഗ്യനെന്ന് തെളിയിക്കുവാനുള്ള പണിയാണ് ജനങ്ങൾ തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളത്. പിണറായി സർക്കാരിൻ്റെ തുടർഭരണം ഉറപ്പാക്കിയിരിക്കുകയാണ് മനോരമയുടെ തന്നെ പുതിയ സർവേ. വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൂടെ നമ്മൾ പോവാണ്. ഇടത് സർക്കാർ തുടരണോ എന്ന ചോദ്യത്തിന് ഫെബ്രുവരി ആദ്യവാരം തുടരണമെന്ന് പറഞ്ഞ് 40.3%, ഫെബ്രുവരി രണ്ടാം വാരം 38.8 ഫെബ്രുവരി മൂന്നാം വാരം ഉയരുകയാണ്. കാര്യമായി ഉയർന്നത് 44.7% വന്നു. ഫെബ്രുവരി നാലാം വാരം ഒരു അല്പം കൂടി ഉയർന്നത് 46.7% എത്തുന്നു. മാറണം എന്ന് പറയുന്ന ഫെബ്രുവരി ആദ്യവാരം 53.7% രണ്ടാം വാരം അത് 58% ഉയർന്നു. പക്ഷേ ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ച 50.4% അഭിപ്രായമുള്ളൂ. ഫെബ്രുവരി നാലാം വാരം സർക്കാർ മാറണം, ഇടത് സർക്കാർ മാറണം എന്ന് പറയുന്നവർ 48.1% വന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജയമോഹൻ. അതെ, ആ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 99 സീറ്റുമായിട്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിക്കുമ്പോൾ 45.4% അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ സർക്കാർ തുടരണം എന്ന് പറയുന്നത്. അല്ലാതെ കേവലമായ സംഖ്യ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മറുഭാഗത്താണ് കൂടുതൽ നമ്പറുള്ളത്. പക്ഷേ അത് എല്ലാ പ്രതിപക്ഷവും കൂടി ചേർന്ന നമ്പറാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. 8000-ലധികം വോട്ടുകളുടെ സാമ്പിൾ എടുത്തിട്ടാണ്, അതായത് നമ്മൾ ട്രാക്കർ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കൂടിയ സാമ്പിൾ സൈസ് എടുത്തപ്പോൾ കിട്ടിയ ഫലമാണിത്. ഇത് വളരെ പ്രധാനം. കൃത്യമായി കേട്ടല്ലോ. സതീശനെയും കോൺഗ്രസിനെയും വെള്ളപൂശുവാനുള്ള പണിയായിരുന്നു മനോരമ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങൾ സതീശനും കോൺഗ്രസിനും എതിരാണെന്ന് തെളിയുകയും അതേ ജനങ്ങൾ തന്നെ പിണറായി സർക്കാരിൻ്റെ തുടർഭരണം ഉണ്ടാകണമെന്നും മനോരമയുടെ സർവേയിലൂടെ തന്നെ വിളിച്ചു പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് തിരിച്ചടിയാണ് സതീശനും കോൺഗ്രസിനും കിട്ടാനുള്ളത്? PR പണി എന്ന കൊട്ടേഷൻ മനോരമയെ ഏൽപ്പിച്ചിട്ട് എന്നെ വിജയിപ്പിച്ച് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവന്ന് എന്നെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു നിബന്ധനയാണ് മാധ്യമമായ മനോരമയോട് സതീശൻ പങ്കുവച്ചിരുന്നത്. പക്ഷേ എന്തു വലിയ വിഷയങ്ങളുണ്ടായാലും എല്ലാ ദിവസവും സർവേ ഫലം എന്നുള്ള രീതിയിൽ മനോരമ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിലൊക്കെ പിണറായി സർക്കാർ തന്നെ തുടരണം എന്നാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനും സതീശനും വേണ്ടി PR കൊട്ടേഷൻ കൊടുത്ത കൊട്ടേഷൻ തിരിച്ച് സതീശന് തന്നെ 8ന്റെ പണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ജനങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പിണറായി സർക്കാർ തന്നെ തുടർന്നും വരണം, അവർ വന്നാലേ ഞങ്ങൾക്കെന്തെങ്കിലും ഉപയോഗമുള്ളൂ എന്ന്. ചുരുക്കി പറഞ്ഞാൽ സതീശന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി, കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ തന്നെ കാശുമുടക്കി നിരത്തിലിറക്കിയ മനോരമയിലൂടെ ഇപ്പോൾ സർക്കാരിന് ഉപയോഗമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ സതീശന് തന്നെ മറുപണി കിട്ടിയിരിക്കുന്നു എന്ന് സാരം. ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കേണ്ടത്? ഇടതുപക്ഷത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ നടക്കുന്ന സൈബർ ലോകത്തെ എല്ലാ കൊങ്ങികളും മനോരമയുടെ വാർത്തകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അത്തരത്തിൽ മാധ്യമമായ മനോരമയിൽ പോലും ഇപ്പോൾ വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ അനുസരിച്ച് പിണറായി സർക്കാർ തന്നെ തുടരണം എന്നുള്ള സർവേ ഫലങ്ങൾ അത് സത്യത്തിൽ സതീശനും കോൺഗ്രസിനും ചെകിടത്തേറ്റ അടിപോലെയായി മാറിയിരിക്കുകയാണ്.